ചായ ഇട്ടിട്ടുണ്ട്, ചായ കുടിക്കാം. കുഴപ്പമില്ല, ചായ കൊള്ളാം. ഇപ്പം നമ്മൾ ചായ കുടിച്ചിട്ട് നേരെ ഇവിടെ നിന്നാണ് പോകുന്നത്. നമ്മളിവിടെ നിന്ന് തിരുപ്പതിയിലേക്ക് വന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട്. പിന്നെ നമുക്ക് നമ്മളെ ട്രെയിൻ 10:45 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നത്. ഇത് നാളെ ഏകദേശം വെളുപ്പിന് ഏകദേശം 3-3:30 ആകുമ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തും. പിന്നെ ബാക്കി വീഡിയോസ് നമ്മൾ പോകുന്നതിനോട് ഉൾപ്പെടുത്തും. ഓക്കെ, നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ആൾറെഡി ഇവിടെ ട്രെയിൻ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ സീറ്റ് കണ്ടുപിടിച്ച് നമ്മൾ സീറ്റ് നമ്പർ വന്നിട്ട് സ്ലീപ്പറാണ്, S4 13-14. തൊട്ടപ്പുറത്ത് വേറെ ഏതൊരു ട്രെയിൻ വന്നിട്ടുണ്ട്. ട്രെയിൻ ഏകദേശം ആരുമില്ല. നമ്മൾ ട്രെയിനകത്ത് മൊത്തം കാലിയാണ്. ട്രെയിനെല്ലാം കാലിയാണ്. ഇവിടെ വേറെ ആരുമില്ല. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു തിരക്കാവുമായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം, നമ്മളെ ബസ്സിലേക്ക് പോകാം. പിന്നീട് നമുക്കിവിടെ വെള്ളം വയ്ക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ലുക്കുണ്ട്, നമുക്ക് ഈ ലഗേജൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഇവിടെ ഒരു ലുക്കുണ്ട്. പിന്നെ അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു കോച്ചാണ് നമുക്ക് കിട്ടിയത്. അഴുക്കോ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അതേ വയ്ക്കാം കൊള്ളാം. പിന്നെ നമ്മളെ ട്രെയിൻ ഇനി കുറച്ച് സമയത്തിനകം വരും. നമ്മൾ വെയിറ്റ് നമ്മളെ ഇതിനകത്ത് വേറെ ആരുമില്ല. നമ്മൾ വെയിറ്റ് ചെയ്യുന്ന അപ്പോഴത്തേക്ക് വേറെ ഏതൊരു ട്രെയിൻ കിടപ്പുണ്ട്. നമ്മൾ ട്രെയിൻ മൂവായി തുടങ്ങിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ഏതൊരു ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ട്രെയിനല്ല, അതിൻ്റെ എഞ്ചിനായിരുന്നു, കണ്ടില്ലായിരുന്നു. തൊട്ടപ്പുറത്തൊരു ട്രെയിൻ കിടപ്പുണ്ട്. നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലം വിടാൻ പോവുകയാണ്. നമ്മളെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ കൊല്ലം വിടാൻ പോവുകയാണ്. വണ്ടിയും പോയിട്ടുണ്ട്. അപ്പോൾ ഈ 2 വണ്ടി പോവുകയാണ് ഇവിടെ നിന്ന്. ഓക്കെ, അതിലെല്ലാം അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അന്തസ്സോടെ കോച്ചാണ്, നല്ല തിരക്കുണ്ട്. അങ്ങനെ നമ്മളെ ട്രെയിൻ നമ്മളെ കൊല്ലത്ത് നിന്ന് പോവുകയാണ്. അത് ഫാത്തിമ കോളേജാണ് ആ കാണുന്നത്. പയ്യതാ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റോപ്പിൻ്റെ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് കായംകുളം ജംഗ്ഷനാണ്. നമ്മുടെ ട്രെയിൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 11:02 നമ്മൾ ട്രെയിൻ എടുത്തത്. ഓക്കെ, 10:45 എടുക്കേണ്ടത്. 11:02 നമ്മൾ ട്രെയിൻ എടുത്തത്. കായംകുളം ജംഗ്ഷൻ, അടുത്തത് മാവേലിക്കര, ചെങ്ങന്നൂര്, അങ്ങനെ പോകും. ഓക്കെ, ട്രെയിൻ പോകുന്നുണ്ട്. ഏതാണെന്ന് പോലും അറിയാൻ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അത് അത്യാവശ്യം നല്ല സ്പീഡിലാണ്. ആ ട്രെയിൻ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. പാസ് ചെയ്ത് ഇവിടെ സ്റ്റോപ്പില്ല. നമുക്ക് ഏത് സ്റ്റേഷനാണെന്ന് നോക്കാം. ഇത് മണ്ഡലത്തുനിന്ന് ഇവിടെ സ്റ്റോപ്പില്ല. അതെ, അതിൻ്റെ വഴി പാസ് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 11:15 കഴിഞ്ഞു. പക്ഷെ നല്ല ചൂടുണ്ട്. ഒരു രാത്രിയിലായിരുന്നു. ഇപ്പോൾ ഒരു പാലമുണ്ട്, പാലത്തിൽ കൂടെ പാസ് ചെയ്താൽ പോകുന്നത്. നല്ല ഉറക്കം കഴിഞ്ഞു. ഇപ്പം കോട്ടയം എത്തിയിരിക്കുകയാണ്. സമയം ഏകദേശം 1:03 വെള്ളമില്ലെന്ന് വെള്ളം നിറയ്ക്കും. അപ്പുറത്തോട്ടും
അപ്പുറത്തോട്ട് വെള്ളം നിറയ്ക്കുന്നുണ്ട്, ഇവിടെയും വെള്ളം നിറയ്ക്കുന്നുണ്ട്. 13:08 എടുക്കുമെന്നാണ് പറഞ്ഞത്. അല്ല, വെള്ളം നിറച്ചുകൊണ്ടിരിക്കുക, വെള്ളമില്ലെന്നാണ് പറഞ്ഞത്. നമ്മൾ ട്രെയിനിൽ കയറി, കൊല്ലത്ത് ട്രെയിൻ കയറിയപ്പോൾ നമ്മൾ കുറച്ച് ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് പിന്നെ കുറച്ച് വീഡിയോസ് മാത്രം എടുത്തു. അങ്ങനെ നമ്മൾ ഏകദേശം കോട്ടയം എത്തിയപ്പോഴത്തേക്കാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉറങ്ങി, മയങ്ങായിരുന്നു. കോട്ടയം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ജസ്റ്റ് പിന്നെ ഈ കാണുന്ന സെയിം കാഴ്ചകളൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ വേറെ വീഡിയോസൊന്നും എടുക്കാഞ്ഞത്. പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് എടുത്തില്ല. അത് ഐഫോൺ ചാർജൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ ട്രെയിൻ എറണാകുളം തോന്നി അടുത്ത ട്രെയിൻ പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പുറത്തെ ട്രാക്കിൽ ട്രെയിൻ വരാനായിട്ടുണ്ട്. ഇപ്പുറത്തുള്ള ട്രെയിനൊക്കെ കിടപ്പുണ്ട്. കിടക്കുന്ന ബാക്കി കിടക്കുന്ന ട്രെയിനിൽ കാണിച്ചു തരാം. ഓക്കെ, ഈ റാക്കിൽ കൂടെ ഏതാ ട്രെയിൻ പാസ് ചെയ്യാനായിട്ടുണ്ട്. എനിക്ക് അതാണ് തോന്നുന്നു ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത്. ഓക്കെ, ഒരു ട്രെയിൻ പാസ് ചെയ്ത് വരുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ട്രെയിൻ വരുന്നതെന്നാണ് ഇവിടെ പിടിച്ചിട്ടെന്ന് പറഞ്ഞില്ലേ, ട്രെയിൻ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഏകദേശം അപ്പുറത്തെ ട്രാക്കിൽ കൂടെ ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ട്രെയിൻ ഇവിടെ നിന്ന് മൂവ് ചെയ്യുകയാണ്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനാണ്, അതായത് എറണാകുളം ടൗണാണ്. ആ സീറ്റിൻ്റെ അടിയിൽ കാണുമ്പോൾ മറ്റേ കാണിച്ചില്ല, ഈ സാധനം എന്താണെന്ന്. അപ്പുറത്തെ എല്ലാ സീറ്റിൻ്റെ അടിയിലും ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്. ഇതെന്തിനാന്ന് ആദ്യം ഒന്ന് പറയാൻ പറ്റുമോ? എനിക്ക് കണ്ടിട്ട് എന്താണ് ഈ കാല് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കാനുള്ളതാണോ? അങ്ങനെ എനിക്കത് അറിയാവുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരണേ. നമ്മളെ ട്രെയിൻ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു. അപ്പം നമ്മൾ എറണാകുളം ഭാഗത്ത് ആ മേടി കാണുന്നത് മെട്രോ സ്റ്റേഷൻ മെട്രോ പോകുന്നതാണ്. പിന്നെ അവിടേക്ക് വണ്ടിയൊക്കെ പോകുന്നുണ്ട്, ടോറസ് പോകുന്നുണ്ട്, പിന്നെ തൊട്ട് ബൈക്ക്, ഒരുപാട് ബിൽഡിങ്സൊക്കെ കാണാം നമുക്ക് പോകുന്ന വഴിയൊക്കെ. ഹീറോ മെഗാ മോട്ടേഴ്സ്, കളമശ്ശേരി. നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷൻ അവിടെ കുറച്ച് മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് കാണുന്ന നമ്മളാ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്, അതായത് നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ട്. നമുക്ക് കുറച്ച് വന്ന ഫ്ലൈറ്റുകളും കുറച്ച് പോകാനായിട്ടിരിക്കുന്ന ഫ്ലൈറ്റുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇപ്പോൾ കാണുന്നത് നമ്മളെ സോളാർ പ്ലാന്റാണ്. അത് നമ്മൾ അവിടെ നിന്ന് ട്രെയിൻ പാസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇന്ത്യൻ ഓയിലിൻ്റെ എന്തോ ഒരു ഫാക്ടറിയാണെന്ന് തോന്നുന്നു, അതൊക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ ട്രെയിൻ പാസ് ചെയ്ത് പോകുന്ന ഒരു പാലത്തിൻ്റെ മണ്ടേ കൂടെയാണ്. അപ്പം ട്രെയിനിൽ ഇരിക്കുമ്പോഴത്തേക്ക് ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് വലിയ വലിയ ഫ്ലാറ്റും ബിൽഡിങ്ങും ഒക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. പാലക്കാട് അടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അടിപൊളി കാഴ്ചകളൊക്കെ കാണാം. അതായത് കുന്ന്, വയലുകൾ, അങ്ങനെയൊക്കെ നെൽപ്പാടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ കാഴ്ചകൾ തന്നെ നമ്മൾ ഏകദേശം പാലക്കാട് കഴിയുമ്പോഴത്തേക്കും കുറേ ഏകദേശം ഇങ്ങനത്തെയൊക്കെയുള്ള കാഴ്ചകളായിരിക്കും കാണുന്നത്. നമ്മൾ ഈ ഫോണിൽ കൂടെ കാണുന്നത് പോലെയല്ല, ലൈവായിട്ട് കാണുമ്പോൾ അത് അടിപൊളിയായിരിക്കും. പിന്നെ ഈ കാണുന്ന കുറച്ച് കുന്നും മലകളും ഒക്കെയാണ് ഈ ട്രെയിനിൻ്റെ രണ്ട് സൈഡുള്ള കാഴ്ചകൾ ഞാൻ ആൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ സൈഡ് കാണുന്ന കാഴ്ചകളല്ല ഈ സൈഡിൽ കൂടെ കാണുന്നത്. അത് പാലക്കാട് അടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് നമ്മൾ അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ പാലക്കാടാണ്. പാലക്കാട് Learning how to stand when the ground gives out. Getting used to quiet when the noise dies down. I can see the damage when I look around, but I'm still here
ഇപ്പം സമയം 5:09. നമ്മളിപ്പോൾ പാലക്കാട് എത്തിയിരിക്കുകയാണ്. പാലക്കാട് ഇങ്ങോട്ട് ട്രെയിൻ എത്തുന്നതിന് കുറച്ച് കാഴ്ചകളുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയിലെടുത്തിട്ടുണ്ട്. പിന്നെ അടിപൊളിയായിരുന്നു. ഇനിയിപ്പം പാലക്കാട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ തമിഴ്നാട് ബോർഡറിലോട്ട് പോവുകയാണ്. നമ്മൾ 6:30 എനിക്ക് തോന്നുന്നത് ഇനി നമ്മൾ അടുത്ത തമിഴ്നാട് ബോർഡറിലായിരിക്കും. ഓക്കെ, അപ്പോൾ ബാക്കിയാണ് കാര്യം. ഓക്കെ, ഇപ്പം പാലക്കാട് നല്ല പച്ചപ്പൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അതായത് മഞ്ഞയും പച്ചയൊക്കെ ആയിട്ടുള്ള കളറിൽ നമുക്ക് കാണാം. അപ്പം ദൂരെ നോക്കുമ്പോൾ ഒരുപാട് വീടുകളും പിന്നെ ഒരുപാട് മരങ്ങളും വൃക്ഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ദൂരെ നോക്കുമ്പോൾ കാണാൻ കഴിയും. അടിപൊളി വ്യൂ, അടിപൊളിയാണ്. അതിനകത്ത് ഫുള്ള് കോടയായിട്ടാണ്. പാലക്കാടാണ്, നല്ല രീതിയിൽ കോട കാണുന്നത്. ചെറിയ കോട രീതിയിലാണ് കാണുന്നത്. കൊള്ളാം. ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ നമ്മളെ തെങ്ങൻ തോപ്പുകളൊക്കെ ഇല്ല, അതൊക്കെയാണ്. ഞാൻ ദൂരെ നോക്കുമ്പോൾ വലിയ വലിയ കുന്ന് മലകളൊക്കെ കാണാൻ പറ്റും. ഇനി അങ്ങോട്ട് നമ്മളെ പാലക്കാട് വിടുമ്പോഴത്തേക്ക് മറ്റേ തമിഴ്നാട് ഏരിയയിലോട്ടാണ് ഇനി പോകുന്നത്. ഇനി സേലം, കോയമ്പത്തൂർ. പിന്നെ രാത്രിയാകുമ്പോഴുള്ള കാഴ്ചകളൊന്നും ഇനി എടുക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സെയിം കണ്ട കാഴ്ചകളായിരിക്കും. പിന്നെ ഇങ്ങോട്ട് വലിയൊരു ബിൽഡിങ്, എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലോ കോളേജോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റോ അങ്ങനെ എന്തോ ആയിരിക്കാം. അതിൻ്റെ വർക്ക് നടക്കുന്നേ ഉള്ളൂ. ദൂരെ നോക്കുമ്പോൾ കാഴ്ചകളൊക്കെ. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ പോകുന്നുണ്ട് കാഴ്ചകൾ. പിന്നെ കുറച്ച് ഈ ആട്ടും കൂട്ടമൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഞാൻ രാത്രി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. സ്വിഗ്ഗി വഴിയാണ് ഫുഡ് ഓർഡർ ചെയ്തത്. നെയ് റോസ്റ്റ്. അതെനിക്ക് തോന്നുന്നു സേലത്തു നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് ഓർഡർ ചെയ്തത്. അതിലൊരു സാമ്പാറുണ്ട്, ചമ്മന്തി 2 കളർ ചമ്മന്തിയും പിന്നെ വേറൊരു പച്ചക്കളർ. പിന്നെ രാത്രി ആകുമ്പോഴുള്ള കാഴ്ചകളൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല കാണാൻ എന്ന് വെച്ചാൽ അത്ര പ്രത്യേകിച്ച്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാം. ഹലോ ഗായ്സ്, അങ്ങനെ ഞാൻ ഇപ്പം ഉറങ്ങാൻ ബസ്സിൽ കിടക്കാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തുകൊണ്ട് വെട്ടം ഇല്ല. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. അങ്ങനെ ഇപ്പം നമ്മളെ സമയം ഏകദേശം 3:18. സെയിം ഒരു 10 മിനിറ്റ് മുമ്പെത്തി. അത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എക്സിറ്റ് ആകും. വന്നിറങ്ങിയപ്പോഴേ നല്ല തണുത്ത് വിറയ്ക്കുന്നുണ്ട്, കീട്ടിട വിറയ്ക്കുന്നുണ്ട്. ചേട്ടാ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഫുൾ കൈ ടീഷർട്ടോ ഒരു തൊപ്പിയും കൂടെ എടുത്ത് വെച്ച് നല്ല മഞ്ഞുണ്ട്. ഇനി രാവിലത്തെ വെള്ളത്തിൽ നല്ല അടിപൊളി ഐസിട്ടോണൊക്കെ ഇരിക്കും. നല്ല തണുപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പുറത്തുനിന്ന് എക്സിറ്റ് ആവണം. യാത്രയെല്ലാം അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നല്ല സുഖമായിട്ട് ഉറങ്ങി. ഇപ്പോഴും തണുപ്പുണ്ട്. നമ്മൾ ഇറങ്ങിയപ്പോഴും നല്ല തണുപ്പുണ്ട്. അടഞ്ഞു. നമ്മൾ 2 വരെ മൺഡേ ഏകദേശം നല്ല രീതിയിൽ അടഞ്ഞു, തണുപ്പുണ്ടിട്ടേ. അല്ലാതെ ഇനിയിപ്പോൾ നമ്മൾ ഫ്രഷപ്പ് ആവാനുള്ള വകുപ്പാണ് കണ്ടുപിടിക്കുന്നത്. ആണ് തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ. നമ്മളിവിടെയാണ് വന്നിറങ്ങി. ഇവിടെയാണ് നമ്മൾ നേരെ വന്നോ. നമ്മളവിടെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് മറ്റേ വണ്ടിക്കാർ നമ്മൾ റൂട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിരുമലയ്ക്ക് ഞാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്നു പോവുകയാണ്. ചായ ഇട്ടിട്ടുണ്ട്, ചായ കുടിക്കാം. കുഴപ്പമില്ല, ചായ കൊള്ളാം. ഇപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ട് നേരെ ഇവിടെ നിന്നാണ് പോകുന്നത്. നമ്മൾ ബസ്സിൽ കയറി കുളിയെല്ലാം നമ്മളവിടെ തന്നെ മറ്റേ ഫ്രഷപ്പ് ഉണ്ടായിരുന്നു. ഫ്രഷപ്പ് വേണ്ടാത്തവർക്ക് റൂം എടുക്കാം. നമ്മൾ ജസ്റ്റ് താമസിക്കുന്നില്ല, നേരെ പോവുകയാണ്. അപ്പം നമ്മൾ നേരെ തിരുപ്പതിക്കാണ് പോകുന്നത്. അപ്പം ഫ്രഷപ്പ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് വന്നിട്ട് എത്ര 320. അപ്പം 20 രൂപ ഓഫുണ്ട്.
എന്ന് വെച്ചാൽ ഇവിടെ വന്ന ചാറവറ ബസ്സുണ്ട്, ആവശ്യമുള്ള ബസ് തിരുമലയിലേക്കുണ്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകാം. ഇനി കുറച്ച് ദൂരമുണ്ട്, 3 ദിവസം വാലിഡിറ്റി ഉണ്ട് ടിക്കറ്റിന്. ഇനി നമ്മളവിടെ ചെന്നിട്ട് എത്ര മണിക്കൂർ ക്യൂ നിൽക്കണം ഒന്നും അറിയില്ല. നമ്മൾ ഫ്രീ എൻട്രി ആണ്, 10 മണിക്കൂറൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളാണ്. ഇപ്പോൾ രാത്രിയായിട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ ബസ്സിൽ കയറിയിട്ടുള്ള ബസ്സിന് ആവശ്യമുണ്ട്, നല്ല ഞാൻ കാണിച്ചു തരാം. നമ്മൾ വന്ന ദിവസം ഒന്നെങ്കിൽ രാത്രി മഴയോ ഭയങ്കര ഇവിടെ എത്ര നോക്കാൻ വെള്ളം കെട്ടിക്കിടന്ന്. അപ്പം നമ്മളതിൻ്റെ ഒരു സൈഡിൽ കൂടെ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അവിടെ ഒരാൾക്ക് പോകാനുള്ള 2 പേർക്ക് പോകാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഫ്രഷപ്പ് കണ്ടുപിടിക്കാൻ അത്യാവശ്യം നല്ല ടൈം എടുത്തു. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ഈ ബസ് സ്റ്റോപ്പ് ഉള്ളത്, ബസ് സ്റ്റാൻഡ്. അപ്പം നമുക്ക് അവിടെ നിന്ന് എപ്പോഴും തിരുമലയ്ക്ക് ബസ് കിട്ടും. പിന്നെ കാറുണ്ട്, ജീപ്പുണ്ട്. പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഈ ബസ്സും നമ്മൾ ഈ ജീപ്പും വണ്ടിയും കാറൊക്കെ ആയിട്ട് നമ്മൾ വിളിക്കും. അപ്പം നമ്മൾ ബസ്സാണ് ചൂസ് ചെയ്തത്. ഏകദേശം ഒരു 45 മിനിറ്റ് യാത്രയുണ്ട് ഇവിടുത്തെ തിരുമലയ്ക്ക്. അത്യാവശ്യം നമ്മൾ ബസ്സിൽ കയറിയിരുന്നു. എന്ന് വെച്ചാൽ ഒരു ബസ് പോയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കയറാൻ പറ്റിയെന്ന് പേടിക്കാൻ വേണ്ട, തൊട്ടടുത്ത് തന്നെ അടുത്ത ബസ് വരും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ടിക്കറ്റ് ഒരുമിച്ച് എടുത്തോണ്ട് നമുക്ക് 20 രൂപ ഓഫ് കിട്ടിയായിരുന്നു. അങ്ങനെ നമ്മൾ ടിക്കറ്റെല്ലാം എടുത്തു, നേരെ ബസ്സിൽ കയറി. ഏകദേശം നമ്മൾ അതുവഴിയാണ് പോകുന്നത്. ബസ് വഴി പോകുമ്പോഴത്തേക്ക് ഇത് കാണുന്നൊരു വലിയ പാലമാണ്. ആവശ്യമുള്ള ബസ് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഒരുപാട് ബസ്സുകളുണ്ട് കേട്ടോ, പല ഭാഗത്തേക്ക് പോകാനായിട്ട്. പ്രൈവറ്റ് ബസ്, അവിടുത്തെ APT, RC, ഒരുപാട് ബസ്സുണ്ട്. നമ്മൾ അത്യാവശ്യം ആകാശത്തേക്ക് നോക്കുമ്പോഴത്തേക്കും നേരമൊക്കെ വിളിക്കുന്നതായിട്ട് കാണാം. പിന്നെ ഒരുപാട് ബസ്സുകളൊക്കെ അവിടെ ഓടാനായിട്ടൊക്കെ കിടപ്പുണ്ട്. ചിലപ്പോൾ നിർത്തിയിട്ട് ബസ്സുകളൊക്കെ കഴിയും. പിന്നെ ടാക്സി, ഓട്ടോകളൊക്കെ കാണാം. ഈ മുകളിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പാലമാണ്. പിന്നെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണാം. പിന്നെ ദൂരോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് വലിയ കുന്നും മലകളൊക്കെ കാണാം. ബസ്സിനകത്ത് അത്യാവശ്യം ആൾ ഫുള്ളാണ് കേട്ടോ. ഒരു പാലത്തിന് മണ്ടേ കൂടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഈ ദൂരേക്കൂടെ നോക്കുമ്പോഴത്തേക്ക് കുന്നും മലകളൊക്കെ കാണാനായിട്ട്. പിന്നെ ഇവിടുത്തെ വീടുകളെല്ലാം നല്ല അടുക്കി വീടുകളും ബിൽഡിങ്ങുകളും എല്ലാം അടുക്കിയിരിക്കുന്നു. നമ്മളൊരു പാലത്തിൻ്റെ മണ്ടേ കൂടെ പോകുമ്പോഴത്തേക്കാണ് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പം നമ്മൾ നേരെ അവിടെ നിന്ന് തിരുപ്പതിയിൽ നേരെ തിരുമലയ്ക്ക് ബസ് കയറി. അപ്പം നമ്മൾ കയറിയ ശക്തഗിരി ബസ്, അവിടുത്തെ APT, RCയുടെ ബസ്സിലാണ് ഇരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാറും ബസ്സും ഒരുപാടുണ്ടെന്ന്. കാറുകളുണ്ട്, ബസ്, ജീപ്പ് അങ്ങനെയുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ബസ് കയറിയിട്ട് നേരെ നമ്മളെ കൊണ്ടുവന്ന് തിരുപ്പതിയിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഒരു കവാടമുണ്ട്. ആ കവാടത്തിന് അവിടെ സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ട്. നമ്മളെ ബാഗ്, പിന്നെ നമ്മളെയൊക്കെ ചെക്ക് ചെയ്യുന്നത് മെൻസിനും വുമൻസിനും വേറെ സെപ്പറേറ്റ് ക്യൂ ആണ്. പിന്നെ മീറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അലൗഡല്ല, പ്ലാസ്റ്റിക് അങ്ങനെയൊന്നും അലൗഡല്ല. ഇതാണ് ഞാൻ പറഞ്ഞ കവാടം, എവിടെയാണ് നമുക്ക് സെക്യൂരിറ്റി ചെക്ക് ഉള്ളത്. ആ കിടക്കുന്ന ശക്തഗിരി ബസ്, നമ്മളെ ഈ സെയിം ബസ്സിൽ. പക്ഷേ പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഏതിലാണോ, കാറിലാണോ എന്നെങ്കിൽ കാറ്, ബസ്സിലാണോ എന്നെങ്കിൽ ബസ്, നമ്മൾ ആ കൃത്യമായി വന്ന ബസ്സിൻ്റെ നമ്പർ അവിടെ നോട്ട് ചെയ്ത് വയ്ക്കുക. തിരിച്ച് നമ്മൾ ആ വണ്ടിയിൽ വേണം കയറാനായിട്ട്. നമ്മൾ ആ ബസ് മിസ്സായായിരുന്നു. അപ്പം നമുക്ക് ആ ബസ്സിൽ കയറാനായിട്ട് പറ്റിയില്ല. പിന്നെ നമ്മൾ നേരെ ചെന്നൊരു പോലീസുകാരൻ്റെ അടുത്ത് പറഞ്ഞാൽ നമ്മളെ ബസ് കയറ്റി വിട്ടത്. എന്ന് വെച്ചാൽ എല്ലാ ബസ്സിലും ആ നമ്പർ അനുസരിച്ച് കയറാം. നമുക്ക് അവിടെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ 2 ബസ്സിൽ നിന്ന് ഇറങ്ങി, അങ്ങനെ വേറൊരു ബസ്സിലാണ്. ഇത് ആദ്യം നമ്മൾ ഒരുപാട് പേര് കാണും. അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഈ 2 സൈഡും കാണുന്ന കാഴ്ചകൾ വേറെ ആയിരിക്കും. ഇവിടെ കുന്നും മലയായിരിക്കും. എന്ന് വെച്ചാൽ ദൂരെ നോക്കുമ്പോൾ അടിപൊളിയായിരിക്കും. ഈ സമയമായാലും ചെറിയ തണുപ്പുണ്ട്. അപ്പുറത്തെ സൈഡ് നോക്കിയാൽ വേറെ കാഴ്ചകളായിരിക്കും. അപ്പം 2 സൈഡും കാണുന്ന കാഴ്ചകൾ അടിപൊളിയായിരിക്കും. ഇത് തന്നെയായിരിക്കും നമ്മൾ കുറച്ച് ദൂരവും ഇത് ഹയർ പിൻ കയറിയാണ് പോകുന്നത്.
കൃഷ്ണനെ കാണാൻ കയറിയത് വ്യാഴാഴ്ച എന്ന് പറയുമ്പം കൃഷ്ണൻ്റെ ദിവസമാണ്. അത്യാവശ്യം ഗുരുവായൂരായാലും ഇവിടെ ആയാലും നല്ല തിരക്കായിരിക്കും. അങ്ങനെ നമ്മൾ 9 മണിക്ക് ദർശനം കാണാൻ ഇറങ്ങി. ഏകദേശം രാവിലെ 9 മണിക്ക് കയറി. രാത്രി പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ 12 മണി കഴിയുമ്പോൾ പിറ്റേ ദിവസമായില്ലേ. നമ്മൾ 1:30ക്ക് ദർശനം കണ്ടിറങ്ങി. പിന്നെ നമ്മൾ പോയതില്ല. നമ്മൾ ലഗേജ് നമ്മൾ കൊടുത്ത അടുത്തല്ല വരുന്നത്. നമ്മൾ ആദ്യം കൊടുക്കുന്ന അടുത്തല്ല വരുന്നത്. ലഗേജ് വരുന്നത് വേറൊരു ഭാഗത്താണ്. നമ്മളൊക്കെ അവിടെ ഇങ്ങനെ ലഗേജ് പിക്കെന്ന് പറഞ്ഞൊരു അവിടെ കൊടുത്തിട്ടുണ്ടോ, നമുക്കത് നോക്കുമ്പോൾ കാണാം. അപ്പോൾ അവിടെ പോയി നമുക്ക് ലഗേജ് നമ്മൾ ടോക്കൺ വെച്ചിട്ട് മേടിക്കാം. ഫോണും എല്ലാം അതിൽ തന്നെ ആയിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ പോയത് ഫ്രീ ദർശനത്തിലാണ് നമ്മൾ കയറിയത്. പിന്നെ നമുക്കിതിനകത്ത് പാല്, ഉപ്പുമാവ്, പിന്നെ നമുക്ക് ഫുഡ് ഐറ്റംസ്, പിന്നെ അവരെ ഫുഡ് ഐറ്റംസാണ് സാമ്പാർ, രസം എന്നൊക്കെ പറയുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇരുന്നൊക്കെ പോവാം. പ്രത്യേകിച്ചും അങ്ങനെ നിൽക്കാനൊന്നും വേണ്ട. പിന്നെ അതനുസരിച്ച് അവർ ഒരു ജയിലുണ്ട്, ജയിൽ പോലെ അതിനകത്ത് നമ്മളെ ലോക്ക് ചെയ്ത് വെച്ചാക്കും. പിന്നെ നമ്മൾ ഫ്രീ ദർശനത്തിലാണ് കയറിയത്. ഫ്രീ ദർശനത്തിന് വെച്ച് ടോക്കണൊന്നും വേണ്ട, ഒരു ആധാർ കാർഡ് മാത്രം കരുതിയാൽ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് നേരെ ഫ്രീ ബസ്സുണ്ട്, അതിൽ കയറിയിട്ട് ഫ്രീ ദർശനത്തിനടുത്ത് പോയി ഇറങ്ങുമ്പോൾ നമുക്ക് അവിടെ ചോദിച്ചാൽ മതി ഫ്രീ ദർശനം എവിടെ 4 ചോദിച്ചാലും പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ഫ്രീ ദർശനത്തിന് കയറി. പിന്നെ ചെരുപ്പ് ഫുട്വെയർ എല്ലാം അവിടെ കൊടുത്തു. ഫുട്വെയർ ഈ ഇറങ്ങുന്ന ഭാഗത്താണ് പറഞ്ഞത്. അത് നമ്മൾ ഫ്രീ ബസ്സിൽ കയറി അവിടെ പോയാണ് ചെരുപ്പ് എടുത്തത്. നമുക്ക് അറിയില്ലായിരുന്നു ചെരുപ്പ് ഇവിടെ വരുമെന്ന്. പിന്നെ നമ്മൾ ഇച്ചിരി വലഞ്ഞു, ഇച്ചിരി പെട്ടു. എന്ന് വെച്ചാൽ ചെരുപ്പ് അവിടെ ആയതുകൊണ്ട് നമുക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന്. പിന്നെ നമ്മൾ പോയി ചെരുപ്പെല്ലാം പിക്ക് ചെയ്തു. പിന്നെ നമ്മൾ ഇവിടെ മൊത്തം ഈ സാധനങ്ങൾ കച്ചവടക്കാരും ഈ പൊരി, സവാള, തക്കാളി, മാങ്ങ ഇട്ടൊക്കെ എന്തോ ഒരു ഐറ്റംസാണ് പൊരി. നമ്മൾ കഴിച്ചില്ല. നമ്മൾ കുറച്ച് ലഡുവാണ് കഴിച്ചത്. നമ്മൾ ലഡു കൗണ്ടറിൽ പോയി ലഡു എല്ലാം വാങ്ങിച്ചായിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് നേരെ കാളഹസ്തിക്കാണ്. അതായത് നമ്മൾ അവിടെ നിന്ന് ബസ് കയറി നേരെ ഇനി നമ്മൾ തിരുപ്പതി ബസ് സ്റ്റാൻഡിൽ വന്നു. അവിടെ നിന്ന് നേരെ നമ്മൾ ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, റിട്ടേൺ ടിക്കറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് റിട്ടേൺ ടിക്കറ്റ് ഓഫ് കിട്ടിയെന്ന്. അങ്ങനെ നമ്മൾ നേരെ റിട്ടേൺ ടിക്കറ്റ് എടുത്തു. അവിടെ നിന്ന് വന്നിറങ്ങി നേരെ നമ്മൾ അടുത്ത കാളഹസ്തിക്ക് ബസ് കയറി. കാളഹസ്തിക്ക് ബസ് കയറുന്നത് തിരുപ്പതി ബസ് സ്റ്റാൻഡില്ല, അവിടെ നിന്ന് കുറച്ച് ഇപ്പുറത്തോട്ട് മാറിയിട്ടാണ് കാളഹസ്തിക്ക് പോകുന്നത്. പറഞ്ഞുതരും അവിടെ ചോദിച്ചാൽ. നമ്മളവിടെ നിന്ന് നേരെ കാളഹസ്തിക്ക് എപ്പോഴും ബസ്സുണ്ട്. നമ്മൾ നേരെ കാളഹസ്തിക്ക് ടിക്കറ്റ് എടുത്തു. നേരെ നമ്മൾ കാളഹസ്തി പോയി. കാളഹസ്തി പോയിട്ട് ഏകദേശം നേരം, എനിക്ക് സമയം കൃത്യമായി ഓർക്കുന്നില്ല, ഏകദേശം 5:45 6 സമയമൊക്കെ കാണും. ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. ഇത് നമ്മൾ കുറച്ചുകൂടെ ചെല്ലുമ്പോൾ മറ്റേ കന്നുകാലികൾ ഒരു ഗ്രാമവഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ കാഴ്ചകൾ അടിപൊളിയാണ്. പിന്നെ അത്യാവശ്യം പോകുന്ന വഴിക്ക് നല്ല തണുപ്പുണ്ട്. പിന്നെ ഈ ഭാഗത്തുള്ള വീടുകളും അങ്ങനെ ഒന്നും നമ്മൾ ബസ്സിലേക്ക് നോക്കിയപ്പോഴത്തേക്ക് ബസ്സിൽ അത്യാവശ്യം നല്ല സീറ്റ് കാലിയാണ്. കാരണം നമ്മൾ കയറി നല്ല ചെറിയൊരു ഉറക്കമൊക്കെ ഉറങ്ങി. അപ്പോഴത്തേക്ക് കണ്ണു തുറന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഹോട്ടലൊക്കെ കാണാം, പ്യുവർ വെജ് റെസ്റ്റോറൻറ്റും അങ്ങനെ കുറച്ച് കടകളൊക്കെ കാണാൻ പറ്റും. പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് ചെറിയ ഫാക്ടറികൾ, പിന്നെ കുറച്ച് അമ്പലങ്ങളൊക്കെ, പിന്നെ ഇന്ത്യൻ ഓയിൽ പമ്പ്, പിന്നെ കുറച്ച് കണ്ടെയ്നറും വലിയ വലിയ ബസ്സുകളൊക്കെ ഇവിടെ ഒതുക്കി. ഈ പോകുന്ന വഴിക്ക് കുറച്ച് അമ്പലങ്ങളുണ്ട് അടുത്തടുത്തൊക്കെ ആയിട്ട്, അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് കുറച്ച് അമ്പലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയൊരു അങ്ങനെ നമ്മൾ കാളഹസ്തി ടെമ്പിളിൻ്റെ അടുത്ത് തന്നെ ചെറിയ റൂം എടുത്തു ഫ്രഷ് ആവാനും പിന്നെ ലഗേജൊക്കെ വയ്ക്കാം. നമുക്ക് ലഗേജ് എടുക്കാത്തവർക്കാണെങ്കിൽ, റൂമൊന്നും വേണ്ടാത്തവർക്കാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ക്ലോക്ക് റൂമിൽ വെക്കാം. അമ്പലത്തിനകത്ത് തന്നെ ക്ലോക്ക് റൂമിൽ വെക്കാം, ഫോണും വെക്കാം. ഫോൺ അമ്പലത്തിനകത്ത് അലൗഡല്ല. പിന്നെ തിരുപ്പതി ഇറങ്ങിയാൽ നമുക്ക് കാളഹസ്തി വരാം, റെനിഗുണ്ട ഇറങ്ങിയാലും കാളഹസ്തി വരാം. നമുക്ക് തിരിച്ച് ട്രെയിൻ വരുന്നത് 2:30ക്കാണ്. ഇപ്പോൾ വന്ന ട്രെയിൻ തന്നെ തിരുപ്പതി ട്രെയിനാണ് നമ്മൾ വന്നത് കൊല്ലത്തുനിന്ന്. ഇനി നമുക്ക് തിരിച്ച് ഇവിടെ നിന്ന് കൊല്ലം തിരുപ്പതിയിലേക്കുള്ള ട്രെയിൻ, കൊല്ലം വരെ ഉള്ളൂ. നമ്മൾ തിരിച്ച് ആ ട്രെയിനിലാണ് പോകുന്നത്.
പിന്നെ നമുക്ക് ചെരുപ്പ് നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് വെക്കാൻ പറ്റും. ഈ കാണുന്നതൊക്കെ ഒരു കാർ പാർക്കിംഗ് ആണ്. പിന്നെ നമുക്ക് ഇതിനടുത്ത് തന്നെ നമുക്ക് ചെരുപ്പും എല്ലാം ഫ്രീ ആയിട്ട് വെക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ